ഈശോയോട് സംസാരിക്കാൻ പറ്റുമോ? ഈശോ നമ്മളോട് സംസാരിക്കുമോ? നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ എന്തോരോ സെൽഫ് ടോക്ക് നടത്തുന്നത്. ഈ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വർത്താനം നമ്മളോട് തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അറ്റത്ത് ഈശോയെ 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 എന്ന് ആഡ് ചെയ്യുകയാണെങ്കിലോ, വേറെ ഏത് പേരും നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ ആളവിടെ വരത്തില്ല. പക്ഷേ ഈശോ നാമം, ഈശോ അത് ജീവിക്കുന്ന നാമമാണ്. നമ്മളെ എവിടെ വിളിക്കുന്നോ അവിടെ ഈശോ വരും. ഈശോയുടെ നാമം രക്ഷയുടെ നാമമാണ്. ഈശോയുടെ നാമം ജീവനുള്ള നാമമാണ്. വേറൊരു പേരും വേറെ ആരെയോ, നമ്മുടെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ കൂട്ടുകാരെയോ അധ്യാപകരെയോ മറ്റാരെയോ നമ്മൾ ഉള്ളിൽ ചിന്തിച്ചാൽ അവർ നമ്മുടെ അടുത്ത് വരത്തില്ല. നമുക്ക് അവരെ പെട്ടെന്ന് അടുത്ത് കിട്ടത്തില്ല. പക്ഷേ ഈശോയെ ഈശോ എന്നൊരു വിളി വിളിച്ചാൽ അവിടെ ഈശോ ഉണ്ടായിരിക്കും. ഈശോ നമ്മളെ കേൾക്കുന്നുണ്ട്, ഈശോ നമ്മളെ കാണുന്നുണ്ട്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഓരോ ദിവസവും ഓരോ സമയവും ഓരോ സെക്കൻഡും ഈശോയോട് സംസാരിക്കാം. അപ്പോൾ തിരിച്ച് ഈശോ നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് കേൾക്കാൻ പറ്റും. ഈശോ നയിക്കും. വഴിയും സത്യവും ജീവനുമായ ഈശോ നമ്മളെ നയിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ നിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക.